ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ താലോലിച്ച ആ ദിവസം ഇന്നാണ്. ഓരോ ജീവിത സായാഹ്നങ്ങൾ മാറി മറയുമ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമായി. ഓരോ ഇമകൾ അടച്ചു തുറക്കുമ്പോഴും ഞാൻ നിന്നെ തിരയുകയായിരുന്നു. ഈ ജീവിതയാത്രയിൽ അവസാനം നീ എൻ്റെ അടുത്തെത്തി. ഞാൻ കണ്ട സ്വർണ്ണ മണിമാളികയിൽ അപ്പോട്ടൻ ഒരു രാജകുമാരപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്പിളി, നീ എന്താന്ന് വിളിക്കാഞ്ഞത്? എന്താ പതിവില്ലാതെ മുല്ലപ്പൂവൊക്കെ വെച്ച് ആള് നല്ല ത്രില്ലിങ്ങിലാണല്ലോ. അതെ, ഞാനിന്ന് പന്നിക്കോട്ടമ്പലത്തിൽ പോയിരുന്നു, അതുവഴി വാങ്ങിയതാ. പിന്നെ ഇന്ന് അശോകൻ ചേട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പൊ ഞാൻ പുഷ്പാഞ്ജലിയും കടുംപായസവും ഒക്കെ കഴിച്ചായിരുന്നു. അച്ഛൻ വിളിച്ചിരുന്നു, നീ ആശുപത്രിയിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നില്ലെന്ന്. അപ്പുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരാ അപ്പു? അതെ, അതാ TV മെക്കാനിക്കാ. അയാള് ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ നോക്കിയിരിക്കുന്നതാ. വൈകിട്ടാ വന്നതേ, അതാ ഞാൻ പോകാഞ്ഞത്. എടീ, കൂട്ടുകിടക്കാൻ ശാന്തേച്ചി വരുമോ? ഇല്ലെങ്കിൽ ഭവാനിയമ്മയെ വിളിക്കണം. ശാന്തേച്ചിക്ക് പനിയാ, വരില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഭവാനിയമ്മയെ വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി. ആരാ ഈ ശാന്തേച്ചി? അതെ, കൂട്ടുകിടക്കാൻ പറഞ്ഞ സ്ത്രീയാ. അവരോട് ഞാനിന്ന് വരണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ അപ്പോട്ടനടുത്തുള്ളതും അവരെ ഞാൻ വരുത്തോ? 1000 പൂർണ്ണചന്ദ്രന്റെ പ്രഭയിൽ ഉദിച്ചു നിൽക്കുന്ന നിന്റെ ജീവിത സൗഭാഗ്യത്തിൽ ഞാനൊരു കളങ്കമാകും. ആ പൂർണ്ണചന്ദ്രന്റെ പൂനിലാവിൽ ചാലിച്ച മുല്ലപ്പൂവിന്റെ ഗന്ധമേറ്റ് ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുക. ബാ, നമുക്ക് കിടക്കാം. എന്താ നമ്മളിങ്ങനെ നോക്കുന്നത്? ഞാൻ എൻ്റെ അപ്പോട്ടനെ കണ്ണെറിയുന്ന കണ്ടോട്ടെ. മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ല. ഓരോരുത്തർക്കും വരാൻ കണ്ട സമയം. ആര്? ഭവാനി അമ്മയോ? എന്താ നേരം പോയ നേരത്ത്? അശോകൻ വിളിച്ചു പറഞ്ഞു ശാന്ത വരില്ല, എന്നോട് കൂട്ടുകിടക്കാൻ ചെല്ലാൻ. അതൊന്നും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എന്നെ ആരും പിടിച്ചോണ്ട് പോകുന്നില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ചേച്ചി പോയിക്കോ. അതെ, കള്ളം കേശവൻ സ്വർണവും പണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ഓർമ്മയുണ്ടോ? ഇവിടെ ആരും ഇല്ലെന്ന് കണ്ടാൽ അവൻ ഇനിയും വരും. അതിനുശേഷം ഇവിടെ ഒന്നും സൂക്ഷിക്കാറില്ല, എല്ലാം ലോക്കറില്ല. ഇരുട്ടുന്നതിന് മുമ്പ് ചേച്ചി പോകാൻ നോക്കും.
കുഞ്ഞെന്ത് പറഞ്ഞാലും ഞാൻ പോകില്ല. ഇവിടുത്തെ ഉപ്പും ചോറും തിന്നാണ് ഞാൻ വളർന്നത്. നീ ജനിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ അച്ഛൻ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നു ഭവാനിയമ്മേ, ഈ ഉപ്പും ചോറിൻ്റെയും കഥ കേട്ട് ഞാൻ മടുത്തു. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാൻ കേൾക്കാം. എനിക്കേ നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ശരിയാ, കിടക്കാം. ഇവിടെ വരുമ്പോൾ മോളുടെ കൂടെ കിടക്കാൻ എന്ത് രസമാ. എന്തോ എന്താ പറഞ്ഞേ? എൻ്റെ കൂടെ ആരും കിടക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. ചേച്ചി വേണമെങ്കിൽ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നു. ചേച്ചിയോടെ പറഞ്ഞത് എൻ്റെ മുറിയിൽ കിടക്കണ്ടെന്ന്. നല്ലത് മേലാതെ വന്നാൽ ആരും അറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഞാൻ ദേ ഇവിടെ കിടന്നോളാം. മോക്ക് പാല് വേണ്ടല്ലേ? അമ്മ കുടിച്ചോളാം. ചേച്ചിയുടെ ആര് പറഞ്ഞു ഈ പാലെടുത്ത് കുടിക്കാൻ? എന്റെ ജീവനാ നിങ്ങൾ കുടിച്ചത്. ഞങ്ങളും ജീവൻ പാലാ മേടിക്കുന്നത്. ചേച്ചി കിടന്നോ, ഞാനിപ്പം വരാം. ആരാന്നാ ചോദിച്ചത്? മോളെ, വെള്ളം 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 മോളെ, വെള്ളം. എന്ത് പറ്റിയ? എന്താ പറ്റിയ? ആ മുറിയിൽ കിടക്കരുത്, അവിടെ പ്രേതമുണ്ട്. യക്ഷിയും ഗന്ധർവനും ഒക്കെ മണിയും കിലുക്കി എന്നെ കൊല്ലാൻ വന്നു. കുഞ്ഞ്, എനിക്കിവിടെ കിടക്കാൻ പേടിയാ കുഞ്ഞ്. ഞാൻ പോകുവാ കുഞ്ഞ്, ഞാൻ പോകുവാണ്. അവരെ ഓടിച്ചല്ലേ? നിങ്ങളൊരു കള്ളൻ കേശവനാ. ആ തള്ളച്ചി എൻ്റെ പാലെടുത്ത് കുടിച്ചത് എനിക്ക് സങ്കടമായി. ഞാൻ പോയി വേറെ പാലെടുത്തോണ്ട് വരാം. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. എടി അമ്പിളി, നിന്റെ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. വിളിച്ചിട്ട് വന്നാ അതിന്റെ ത്രില്ലിങ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ടാണ് വിളിക്കാതെ വന്നത്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര വർഷമായിടി? ഒത്തിരി വർഷമായി. അല്ല, നീ ഇവിടെ ഇല്ലേ? ആകെ ഒരു മൂഡ് ഓഫ് പോലെ. ഒന്നുമില്ല, നിന്നെ പെട്ടെന്ന് കണ്ടപ്പം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നീ ഇപ്പൊ എവിടാ? ഞങ്ങൾ ബാംഗ്ലൂരാ. കുറച്ച് ദിവസമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾ പോവും. ഇന്നത്തെ ദിവസം ഞാൻ നിന്റെ കൂടെയാ. നീ ഇന്ന് പോണില്ലേ? അതൊക്കെ പറയാം, നീ വാ.
നീ വല്ലൊന്നും കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയടി. നീ പണ്ടത്തെ ആളല്ലല്ലോ, നിനക്ക് എന്തു പറ്റി? ഏയ് എനിക്കൊന്നുമില്ല. നീ ഓർക്കാപ്പുറത്ത് കയറി വന്നതിന്റെ ടെൻഷൻ കൊണ്ടാ. അപ്പേട്ടനോ? അതാരാ? നിന്റെ കക്ഷിയുടെ പേര് അശോകൻ എന്നല്ലേ പറഞ്ഞത്? നിന്റെ കല്യാണത്തിനോ വരാൻ പറ്റിയില്ല. എന്നാ പിന്നെ നിന്റെ പുള്ളിക്കാരനെ കൂടി ഒന്ന് കാണാന്ന് വെച്ചാ ഞാൻ വന്നത്. ഞാൻ വിളിക്കുന്നത് അപ്പോട്ടാന്നാ. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. ഇന്ന് ദുബായിൽ പോകാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. തിരിച്ചു വന്ന് കിടക്കുക. ഇനി ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. അത് നന്നായി. നീ ഒന്ന് വിളിച്ചേ, കക്ഷിയെ ഞാനൊന്ന് കാണട്ടെ. നീ എന്താടി നിന്ന് പരുങ്ങുന്നേ? അതെ, യാത്രാക്ഷീണമുണ്ടേ, ഉറങ്ങുവാ. നീ ഇരിക്കെ, ഞാൻ വിളിക്കാം. വിഷയല്ലേ? അതെ, ഇവളെന്നോട് പറയാറുണ്ട് MBA ഒന്നിച്ചായിരുന്നല്ലേ? അതെ അതെ. യാത്രാക്ഷീണം കൊണ്ട് ഡ്രസ് പോലും മാറാതെ ഉറങ്ങിപ്പോയി. ഞാനും അപ്പുവേട്ടാന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ, അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞാൻ അപ്പു. അപ്പോട്ടനോട് ഇവൾക്കെന്തോ കാര്യം പറയാനുണ്ടെന്ന്. ജിഷ, എന്തുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ താമസം ബാംഗ്ലൂരാ. എനിക്ക് 2 മക്കളാ. മൂത്തത് മോളാ. അവൾക്ക് ദുബായിലൊരു ജോലി ശരിയാക്കി കൊടുക്കാമോ? ഇപ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പുവേട്ടനാവുമ്പോ പേടിക്കണ്ടല്ലോ. അതിനെന്താ, മോളുടെ എല്ലാ ഡീറ്റെയിൽസും അമ്പിളിയുടെ വാട്സാപ്പിലേക്ക് ഇട്ടേക്ക്. ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. എൻ്റെ ഓഫീസിൽ ഒരു ഒഴിവുണ്ട്, ഞാൻ നോക്കട്ടെ. പൈസയുടെ കാര്യം എത്രയാന്ന് പറഞ്ഞാൽ മതി. പാസ്പോർട്ടിന്റെ കോപ്പി CV അയക്കും. ക്യാഷിന്റെ കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇപ്പോഴേ എനിക്ക് ആശ്വാസമായത്. അപ്പുവേട്ടനിരിക്കെ എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. നിനക്ക് എങ്ങനെ കിട്ടിയടി ഈ മുതലിനെ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതാടി പുണ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഇന്ന് നിന്നെ ഞാൻ ഓർക്കത്തില്ല. നേരം വെളുക്കുവോളം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ, അത് ശരിയാവില്ല. അപ്പോട്ടൻ ഇവിടെ ഉള്ളതല്ലേ? നീ പോടി. നിന്റെ ഒരു അപ്പുവേട്ടൻ. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ് അനുവാദം വാങ്ങിച്ചോളാം. അത് ശരിയാവില്ല. നീ എന്താ ഈ പറയുന്നത്? അത് ശരിയാവും. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. എടി, അപ്പേട്ടാ, ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുഴപ്പമില്ലല്ലോ? പ്ലീസ്. അപ്പൊ ശരി, എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദു.